നമസ്കാരം കൂട്ടുകാരെ. ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളിയുടെ വീടാണ് സ്ട്രാറ്റോസ്ഫിയർ. എന്തൊക്കെയാണ് ഈ മേഖലയുടെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. ട്രോപ്പോപാസിന് മുകളിൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണിത്. മേഘങ്ങൾ ഇല്ലാത്തതും തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യം കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് സാധ്യമായ മേഖലയുമാണിത്. ഓസോൺ പാളി അല്ലെങ്കിൽ ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് കിരണങ്ങളേറ്റ് സാധാരണ ഓക്സിജൻ തന്മാത്രകൾ വിഘടിപ്പിക്കപ്പെടുകയും ഏക ആറ്റോമിക് ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്നു. ഈ പ്രക്രിയയെ ഓസോണീകരണം എന്ന് പറയുന്നു. സൂര്യനിൽ നിന്നുള്ള വിനാശകരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയെ സംരക്ഷിക്കുന്നതും ഓസോൺ പാളിയാണ്. ഇവിടെ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കൂടുന്നു. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഏറ്റവും താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്ന് വിളിക്കുന്നു. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂയിസൺ. വ്യാവസായികമായി ഓസോൺ കണ്ടുപിടിച്ചത് CF ഷോൺ ബെയ്ൻ ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോണുകൾ തുടങ്ങിയ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളേറ്റ് വിഘടിച്ച് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങൾ രൂപപ്പെടുന്നു. ഈ വാതകങ്ങൾ ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. ഇപ്രകാരം അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന ശോഷണത്തെ ഓസോൺ സുഷിരം എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന രാസവസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ, ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഹാലോണുകൾ, നൈട്രസ് ഓക്സൈഡുകൾ തുടങ്ങിയവയാണവ. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം ഹാലിബെ അന്റാർട്ടിക്കയിലാണ്. ഓസോണിൻ്റെ പ്രത്യേകതകൾ വിശദീകരിച്ചത് GMB ഡോബ്സൺ. ഓസോണിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡോബ്സൺ യൂണിറ്റ്. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി 1985 ചേർന്ന അന്താരാഷ്ട്ര കൺവെൻഷനാണ് വിയന്ന കൺവെൻഷൻ. വിയന്ന കൺവെൻഷൻ നിലവിൽ വന്നത് 1988 ഓസോൺ ശോഷണത്തിനു കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിയന്ത്രിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒപ്പുവെക്കപ്പെട്ടത് 1987 സെപ്റ്റംബർ 16 അതുകൊണ്ട് തന്നെ ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് 1989 ജനുവരി 1. മോൺട്രിയൽ ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ചതോ 1992. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ഇനി നമുക്ക് ഓസോണിൻ്റെ നിറം, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇളം നീല. ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം തുളസി. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന മേഖലയാണ് സ്ട്രാറ്റോപാസ്.